കല്യാണത്തിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണം, പാത്രങ്ങളും മറ്റ് സാധനങ്ങളും കണ്ടില്ലേ. ഇത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു വില്ലേജ് ഹൗസാണ്. ഈ വില്ലേജ് ഹൗസിൽ എന്ന് പറഞ്ഞാൽ ഓരോ വില്ലേജും എനിക്കൊരു കുറേ വില്ലേജുകളുണ്ട്. അപ്പോൾ വില്ലേജ് ഹൗസിൽ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ, ഏത് വീട്ടിൽ കല്യാണം വന്നു കഴിഞ്ഞാലും അവിടുത്തെ സാധനങ്ങളൊക്കെ ഇവരുടെ എന്താ പറയുക വില്ലേജ് ഹൗസിലുണ്ടാവും. കല്യാണത്തിലുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ട് ഇവിടുന്ന് തന്നെ സ്ത്രീകൾ എടുത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് ഇതുപോലെ തന്നെ വൃത്തിയിൽ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സംഭവം. ഒരു മഹലിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണക്കുകളാണ് എന്തൊക്കെയാണ് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ള കണക്കുകളാണ്. ഇതുപോലെ തന്നെ വൃത്തിയിൽ തിരിച്ചു കൊണ്ടുവരും സാധനങ്ങൾ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവരൊക്കെ നിന്നിരിക്കുന്നത്. എല്ലാ വില്ലേജിലും ഇങ്ങനെ പ്രത്യേകത ഉണ്ട്. ഈ കാണുന്ന റൂമുകളൊക്കെ ഇങ്ങനെ 2 സെക്ഷനായിട്ടുണ്ട്. ഇത് പെണ്ണുങ്ങളെ സെക്ഷനാണ്. അവിടെ ആണുങ്ങൾ കയറില്ല. സാധനങ്ങളൊക്കെ വെക്കുന്നത് തന്നെ പെണ്ണുങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന സംഭവമാണ്. പക്ഷെ അവിടെ ആണുങ്ങൾ കയറില്ല. ഇവിടെ ആണുങ്ങൾ കയറുന്ന സ്ഥലമാണ്. ഇപ്പം മാത്രം ഈ ഒരു ഏരിയയിൽ സാധനങ്ങളുള്ളതുകൊണ്ട് അതെടുക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീകൾ വന്നിരിക്കുന്നത്. എന്തായാലും മൂപ്പൻ്റെ റൂമും ബാക്കിയുള്ള സ്ഥലങ്ങളുമാണിത്. പെരുന്നാളും ബാക്കിയുള്ള എല്ലാ വീട്ടിലെ ഫംഗ്ഷൻസിനൊക്കെ വേണ്ടി വെച്ചിരിക്കുന്നതാണ് വില്ലേജിലെ സാധനങ്ങൾ. ഇതിപ്പോൾ ചെമ്പും കാര്യങ്ങളൊക്കെ കല്യാണത്തിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി.